ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ 2015-19 കാലത്ത് പഠിച്ച് പഠനം പൂർത്തിയാക്കിയ ബാച്ച് സമർപ്പിക്കുന്ന സെലൂൻ ബശ്ലോമോ എന്ന ഈ ദൃശ്യ ആവിഷ്കാരത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഓർത്തഡോക്സ് വിശ്വാസികളുടെ കൗദാശിക ജീവിതത്തിൻ്റെ പ്രാധാന്യം വിവരിക്കുന്ന ഒരു ദൃശ്യ ആവിഷ്കാരമാണ് ഇത്. ക്രിസ്തീയ ജീവിതം വെറും അനുഷ്ഠാനങ്ങൾ മാത്രമായി അധപ്പതിച്ചു പോകരുത് എന്ന സത്യാവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ അനുഷ്ഠാനങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നതും വിസ്മരിക്കരുത്. ദൈവസന്നിധിയിലേക്ക് വളരുവാൻ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ് കൂദാശകൾ. അവ അനുഷ്ഠിക്കുമ്പോൾ നാം തന്നെ സ്വയം മാറ്റത്തിന് വിധേയരാവണം. നോമ്പ്, ദിവസേനയുള്ളതായ പ്രാർത്ഥനകൾ, കുർബാനയിലുള്ള സംബന്ധം മുതലായവയെല്ലാം നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് പ്രചോദനം നൽകണം. അവയെല്ലാം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിങ്കിലേക്ക് വളരുവാൻ തക്കവണ്ണം ഇടയാകുവാനായിട്ട് അവയെല്ലാം നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ അനുഷ്ഠാനങ്ങൾ അർത്ഥവത്താകൂ. അനുഷ്ഠാനങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. പ്രതീകങ്ങളില്ലാതെ അനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കുക പ്രയാസമാണ്. ആ പ്രതീകങ്ങളുടെ പിന്നിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓർത്തഡോക്സ് വിശ്വാസികളുടെ അനുഷ്ഠാനങ്ങൾക്ക് കൂടുതൽ അർത്ഥം പകരുവാൻ ഈ ദൃശ്യ ആവിഷ്കാരത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനായി പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. സെലൂൻ ബശ്ലോമോ വിശുദ്ധ കുർബാനയിൽ അനുഗ്രഹങ്ങളുടെ പൂർണ്ണതയിൽ ഹൃദയങ്ങളെ തൊടുന്ന വാക്ക്. നിങ്ങൾ സമാധാനത്തോടെ പോവുക എന്നർത്ഥം. സെലൂൻ ബശ്ലോമോ ഇന്നൊരു യാത്രയാണ്. ഒരു മനുഷ്യൻ്റെ കൗദാശിക ജീവിതത്തിലൂടെ സമാധാനത്തിൻ്റെ അരികുകളും അതിരുകളും വീക്ഷിച്ച് ഒരു സംഗീത സഞ്ചാരം. നമുക്ക് തുടങ്ങേണ്ടത് ഏറെ പുറകോട്ട് നോക്കിക്കൊണ്ടാണ്, അമ്മയുടെ ഉദരത്തോളം പുറകോട്ട്. നമുക്ക് സഞ്ചരിക്കേണ്ടത് ധ്യാനപൂർവം കാലയവനികയ്ക്ക് അതീതമായി ഏറെ മുന്നോട്ടുകൂടിയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവ് വരെ മുൻപോട്ട്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ദൈവാന്വേഷണങ്ങൾക്കും സമാധാനത്തിനായുള്ള ദാഹത്തിനും ഒരേ പ്രായമായിരിക്കും. അശാന്തിയുടെ, അസമാധാനത്തിൻ്റെ, അസഹിഷ്ണുതയുടെ നേരങ്ങളിൽ എവിടെയാണ് എൻ്റെ സമാധാനം? നമ്മുടെ അന്വേഷണങ്ങൾ അവസാനിക്കുന്നത് ക്രിസ്താനുഭവങ്ങളിലാണ്. അനന്യ സമാധാനത്തിൻ്റെ മനുഷ്യാവതാരത്തിലാണ്. മരണത്തിൽ നിന്നുയർത്തവൻ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തവൻ എങ്ങും മറഞ്ഞിട്ടില്ല. ഇന്ന് നാം അവനെ കാണുന്നത് സഭയിലൂടെയാണ്. ഉത്തിതൻ്റെ ഉണർവുള്ള സാന്നിധ്യമാണ് സഭ. കൂദാശകളുടെ അലങ്കാരങ്ങളാൽ സമാധാനത്തിൻ്റെ നാഥൻ്റെ മണവാട്ടി. അവളുടെ മണവാളൻ അവളോട് പറയുന്നു, സമാധാനത്തോടെ വസിക്കുക. ശുശ്രൂഷ
നാദം ദാവീദാ. ജീവന്റെ ശബ്ദം ഒരു നേരിയ കരച്ചിലായി പിറന്നു വീണ കാതുകളെ തൊടുമ്പോൾ നാം അറിയുന്നു, ഒരു ശിശുവിൻ്റെ ജനനത്തോളം സന്തോഷം നൽകുന്ന മറ്റൊന്നില്ല. ദൈവത്തിന് മനുഷ്യനിൽ ബാക്കിയാകുന്ന പ്രതീക്ഷയാണ് ഓരോ ജീവനും. ലോകത്തിലേക്ക് ഓരോ പൈതലിനെയും യാത്രയാക്കിക്കൊണ്ട് പറുദീസ പറയുന്നുണ്ടാകും, ദൈവത്തിൻ്റെ ശിശുവേ, നിന്റെ നിയോഗങ്ങളിലേക്ക് സമാധാനത്തോടെ പോവുക. ജനനവളർച്ചകൾ മനുജനു നൽകിയ നിർമ്മാതാവേ, ജന്മദിനത്തിൻ നവസംവത്സരമേറിയ ദാസൻ, നിൻ കൃപയോർത്തിൻ ആദരവോടു നദി അർപ്പിക്കുന്നു. മംഗളമാക്കുക നിന്നുടെ കനിവ, ഇവനുടെ ഭാവി. മനുജനു മലിനതയനുപമേറ്റിടും ഈ ഉലകത്തിൽ, ദാസൻ ചെയ്തൊരു ദുഷ്കൃതമഖിലം മോചിക്കണമേ. വിമലന്മാരോ തന്ത്യം മോക്ഷേ ചേരണമിവനും, സുഖമോടു വിധി പോ ഇനി ജീവിപ്പാൻ ബലമേകണമേ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. ഗോകുൽത്തായിലെ ഒരു കുരിശിലാണ് രക്ഷയുടെ നീതിസൂര്യൻ ഉദിച്ചത്. ആ രക്ഷയിലേക്കുള്ള ക്ഷണമാണ് വിശുദ്ധ മാമോദീസ. ക്രിസ്തു രക്തത്തിൽ, അവനോടൊപ്പം അവൻ്റെ മരണത്തിൽ, പുനരുത്ഥാനത്തിൽ മുങ്ങിത്തുവർത്തിയ പൈതലിനെ ചുംബിച്ച് സഭ പറയുന്നു, സ്നാനത്തിൻ ശിശുവേ, സമാധാനത്തോടെ പോകുവീൻ. ദൈവം ചൊന്ന
തൈലവുമിതു തന്നെ. റൂഹാകൂടം റൂഷ്മാ ചെയ്തൻപൊടു ദൈവികമായി വാ ഇവരെ വാഴ്ത്തുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ ഭക്ഷിക്കുന്നതെന്തോ അതവനായിത്തീരും. ആയിത്തീരലുകളുടെ ലോകത്ത് വിശുദ്ധ മൂറോനാൽ യോഗ്യതയുടെ അഭിഷേകം പ്രാപിച്ചവരുടെ അധരങ്ങളിലും ഹൃദയങ്ങളിലും ക്രിസ്തുവിനെ നിക്ഷേപിക്കുമ്പോൾ അനന്യമായ സമാധാനം ആത്മാവിനെ തൊടുമ്പോൾ ആ മാന്ത്രിക വചനം ഒരിക്കൽ കൂടി മുഴങ്ങുന്നു: നിങ്ങൾ സമാധാനത്താലെ പോകുക. പറുദീസയിലാദാം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കും നീ നാൾ നിൻ വായിൽ സ്നാനത്തിൻ ശിശുവേ സശുഭം പോവുക നീ നദി ചെയ്യുക നിന്നെ കാക്കും ശ്രീവായി ജനക സംസ്തുതിതേ തനയാ സ്തോത്രം ദേവിമല ഭാവേതേ നദിയും കീർത്തനവും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 54-56 വാക്യങ്ങൾ. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ജീവിതം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പാതകൾ ചവിട്ടിക്കയറുവാൻ ഇണയെന്ന മറുപാതയെ തേടുമ്പോൾ സ്നേഹത്തിൻ്റെ കൂദാശയിൽ പ്രണയത്തിൻ്റെ ഇതൾ വിരിയുന്നു. സ്നേഹത്തിൻ്റെ കൂദാശയിൽ ഏക ശരീരമായി തീർന്നവരെ നോക്കി നമ്മുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവുമായ വിശുദ്ധ തൃത്വം സംസാരിക്കുന്നു: സമാധാനത്താലെ പോവുക. വിശ്വസ്തേ സഭയെ ഭയമെന്നിൻ ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടികില്ല. ലോകത്തിനവസാന ആരും വാനുമഴിഞ്ഞാൽ വാഴും നീയാപത്തിന്നെ താതാ മജവിമലാത്മാവിൻ ഗേഹം പാർത്താ നിൻ ക്രോണോസാ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൻ സൂനു പ്രപതിശലോമോൻ വിമല സഭേ നിന്നെ ലാളിപ്പു. നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമം. സഭയെ സകലവിധം സുമുഖീ നീ കരതീണ്ടാക്കും. ശ്രീവായെ വന്നിപ്പതിനാൽ രാജാവാമാശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ.
എഫേസ്യ ലേഖനം 5-ാം അധ്യായം 31-ാം വാക്യം. ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. സ്വപ്നങ്ങൾ ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഒരുമിക്കുമ്പോൾ നാം അതിന് വീട് എന്ന് പേർ വിളിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബമെന്ന കൂടൊരുക്കുമ്പോൾ അനുഗ്രഹങ്ങളുടെ തളിപ്പിൽ വാതിലുകളെ സമാധാനമുദ്രയിട്ടുകൊണ്ട് ആ ശബ്ദം നാം വീണ്ടും കേൾക്കുന്നു: നിങ്ങൾ സമാധാനത്തോടെ വസിക്കുക. തലമുറയാ ഇതു വാഴ്ത്തപ്പെടണം. ഏലിയാവിൻ ആശീർവാദത്താ പിതവാഗേഹത്തിൽ കുംഭത്തിൽ ധാന്യപ്പൊടിയും കൊമ്പിൽ തൈലവുമറ്റില്ല. ഭക്തരണഞ്ഞൊരു ഭവനം നൽ തലമുറയാ ഇതു വാഴ്ത്തപ്പെടണം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 5-9 വാക്യങ്ങൾ. യേശു സക്കായിയോട്, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പാപവും വീഴ്ചയും ഏതൻ മുതൽ ഇങ്ങോളം സ്വാതന്ത്ര്യത്തിൻ്റെ കളിക്കളങ്ങളിൽ കയ്യെത്തും ദൂരത്തുണ്ട്. പാപവും രോഗവും ഭാരമാകുന്ന ലോകത്തിൻ്റെ നാളുകളിൽ അനുതാപം നമ്മുടെ ജീവൻ്റെ ഭാവമാണ്. അനുതാപം അവനിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ഒടുവിൽ ആ പാപിനിയായ സ്ത്രീയോടെന്ന പോലെ അവൻ നമ്മോടും പറയുന്നു: നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നിന്റെ രോഗം സൗഖ്യമായിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ദർശിക്കണം നീ കൈ
എൻ കർത്താവേ സ്തോത്രം ചെയ്യും ദേവാദേവാ ഉത്തരമരുളി കാരുണ്യം ചെയ്തേകിടേണം മനുജാത്മാക്കൾ അനുതാപം നീ. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഏകാത്മജദേവാ ഞാൻ നിൻ കൃപയുടെ കാടലിൽ നോക്കുന്നേ എൻ കടമേറി പാപം തേരുതായി നിൻ സോപ്പായെന്നെ പൂശി എൻ മിഴിനീരാ വെണ്മയഴ കേഴുന്നേ നിൻ ജനകസ്നേഹത്താ എൻ വൈരികൾ മോദിച്ചിടാ അനുതാപമെഴും പാതകിൽ ദൂതസമൂഹം മോദിച്ചോദട്ടെ പശ്ചാത്താപമിയെന്നോരേ രാപകൽ വാതിൽ തുറന്നേറ്റും ഹാലേലുയ്യ നാഥൻ വാഴ്വൂടയോ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യം. പിതാവേ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. ജനനത്തിന് ശേഷം ജീവിതത്തിൽ എല്ലാവരും ഉറപ്പായി പഠിക്കുന്ന പാഠം മരണം തന്നെയാണ്. നിഴല് പോലെ കൂടെയുള്ള ഒരാളെ 6 അടി മണ്ണിൽ ഒറ്റയ്ക്കാക്കി യാത്രയാകുമ്പോൾ കണ്ണറിയാതെ നനഞ്ഞു പോകും. അതെ, ഓർമ്മകൾക്ക് കണ്ണുനീരിൻ്റെ ചൂടുണ്ട്. ഒരിക്കൽ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളായവരെ മൗനത്തിൻ്റെ മറയിടങ്ങളിൽ വിട്ടുപോരുമ്പോൾ ആ കല്ലറയ്ക്കടുത്തൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ശ്രവിക്കുക. ആത്മാവിൻ്റെ പ്രത്യാശയുടെ സ്വരം ഇങ്ങനെയാണ്: കർത്താവ് വരും, വാതിൽ തുറന്നു തരും. നിങ്ങൾ കല്ലറയുടെ വാതിലടയ്ക്കുക, സമാധാനത്തോടെ പോവുക. സ്നേഹിതരേ, മൃതിദൂതൻ വന്നെത്തി. വേഗം പോവാ, അവനെന്നെ ധൃതി കൂട്ടി. പരിചിതരെ കണ്ടിടാനവനോ അനുവാദം ഞാനഭ്യർത്ഥിച്ചു. യാചനയും കോഴകളും കൈക്കൊണ്ടിൽ അവനയ്യോ.
ധൃതിയും ദിവസം വേദനയും ദിവസം പരിദേവന ദിവസം കടുദിവസം നാഥാ നൽകണമാശ്വാസം കേവലുമൊരു പോലി വൃതി നുകരണമെന്ന യൗവനമൃതി കൈപ്പാ കഠിനതരം നാഥാ നൽകണമാശ്വാസം മൃതരാമുറ്റോർക്കാൻ കഷ്ടപ്പെടുവാനും നാശകനാം പ്രതിയെ ചൊല്ലി കരയാനും ഭാഗ്യതയും ദേവനും. സഹജാതേ ഭൂവാസം നിരസിച്ചോളേ രാജകുമാരൻ പാർപ്പിക്കും മണിയറതൻ സുതരേയും വേർപെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെയവൻ നിവസിപ്പിക്കും. നിങ്ങളിൽ നിന്നും പ്രിയരെ പിരിയുന്നേ സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പിൻ. എൻ കൃത്യങ്ങൾ ചിന്തിച്ചഞ്ചുന്നേ സ്വീകൃതനാവാ എന്റെ കർത്തിപ്പിൻ. എന്നേക്കും ശ്ലോമോ നൽകിടുവിൻ. ഓർക്കിൻ പ്രിയരേ എന്നെ പ്രാർത്ഥനയിൽ ശുഭമൊഴു പോവിൻ. വാതിലടച്ചിടുവിൻ, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 25 വാക്യം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണം ഒന്നിനും അവസാനമല്ല. ഇല്ല, മരണത്തിൻ്റെ നിഴലുകൾക്കിടയിൽ, നിത്യമൗനത്തിൻ്റെ ഇരുട്ടിടങ്ങളിൽ അവൻ നമ്മെ ഉപേക്ഷിക്കുന്നില്ല. അവൻ്റെ മനുഷ്യാവതാരം ഉയർപ്പിലേക്കുള്ള ക്ഷണമായിരുന്നു. ഉത്ഥാനത്തിൻ്റെ നാവിലൊതുങ്ങാത്ത അത്ഭുത നിമിഷങ്ങളിൽ ജീവിതത്തിന് കുന്തിരിക്കത്തിൻ്റെ മണമുള്ളവർ, മൂറോൻ്റെ ഗുണമുള്ളവർ,
അവർക്ക് ക്രിസ്തുവിൻ്റെ മുഖമായിരിക്കും. ആ ഭാഗ്യത്തിലേക്ക് അവൻ്റെ കരുണയാൽ നമുക്ക് സമാധാനത്തോടെ പോകാം. സേലൂൻ ബശ്ലോമോ. 1 തെസ്സലോനിക്കർ 4 അധ്യായം 16-17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഉദ്ധാരത്തിൻ വലിയ ദിനം ആരം ശ്രേഷ്ഠം. അന്നാൾ മർത്യശരീരങ്ങൾ വിസ്മയകരമായി എഴുന്നേൽക്കും. സൗമ്യന്മാരും ജാഗരണം ചെയ്തോരും നോമ്പേറ്റോരും അധ്വാനത്തിൻ ശ്രേഷ്ഠഫലം സ്വർഗത്തിൽ പ്രാപിച്ചിടും. കർത്താവിൻ വാഗ്ദാനം പോൽ പന്തി